അപ്പോൾ അർജുൻ പുറത്തു വരുന്നു. അന്ന് രണ്ട് മണിയോട് കൂടി തലമുടി വെട്ടാൻ പോയോ? 2 മണിയല്ല, 3 മണി. 3 മണിക്കാണ്. 3 മണിക്ക് 3 മണിക്കാ പോകുന്നത് മുടി വെട്ടാൻ. ഈ 3 മണിന്ന് എങ്ങനെയാ ഓർമ്മിച്ചത്? നമ്മളിപ്പോ ഉദാഹരണത്തിന് ഉച്ച കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു സമയം നോക്കി ഇറങ്ങില്ലല്ലോ. സമയം നോക്കി ഇറങ്ങില്ല, പക്ഷെ ഒരു ഊഹം കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഊഹമാണ്. അപ്പൊ അത് 2:30 ആവാം. 2:30 ആവല്ല, 3 തന്നെയാവും. 3. അതെങ്ങനെയാ ഉറപ്പിച്ചത്? ഞാൻ എപ്പോഴാ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അല്ല, 3 മണി എന്നുള്ളത് എങ്ങനെയാണ് ഉറപ്പിച്ചത്? കയ്യിൽ വാച്ച് ഉണ്ടായിരുന്നു? അല്ല, ഫോണുണ്ടായിരുന്നു. ഫോണിൽ സമയം നോക്കി. ആ, 3 മണി എന്ന് സമയം ഉറപ്പിച്ചിട്ടാണ് ഇറങ്ങിയത്. ആ 3 മണി സമയത്താണോ നേരത്തെ ഇറങ്ങുമായിരുന്നത്? അങ്ങനെ വല്ലതും ഉണ്ടോ? അല്ലല്ല, അങ്ങനെയല്ല. അങ്ങനെയൊന്നുമില്ല. പക്ഷെ അങ്ങനെ നമ്മൾ ഫോൺ നോക്കുമ്പോൾ സാധാരണ സമയം നോക്കാറുണ്ടോ വളരെ പെട്ടെന്ന്? 3 മണിന്ന് ഓർമ്മയുണ്ട് ആ സമയത്ത് ആ, ഇറങ്ങിയത്? ആ, 3 മണിയാണ് ഇറങ്ങിയത്. ജൂൺ മാസം 30-ാം തീയതിയാണ്. ജൂൺ മാസം 30-ാം തീയതി. പക്ഷെ താങ്കൾക്ക് തലമുടി വെട്ടാനായിട്ടൊരു സുഹൃത്ത് വന്നിരുന്നു അല്ലേ? അശോക്. പക്ഷെ അശോക് പറയുന്നത് 2:30-നാണെന്നാണല്ലോ. അല്ലല്ല, ശരിക്കല്ല, അതല്ല. 3 മണിക്കാണ്. മണിക്ക്. അപ്പോ 3 മണിക്കാണെന്ന് താങ്കൾക്ക് ഉറപ്പാണ്? ഉറപ്പാ. താങ്കൾ മൊബൈൽ ഫോൺ നോക്കിയപ്പോഴാണ് 3 മണി കണ്ടത്. ഇറങ്ങുമ്പോഴാണോ കണ്ടത്? തലമുടി വെട്ടാനിരിക്കുമ്പോഴാണോ കണ്ടത്? പാഷൻ ഫ്രൂട്ട് പറഞ്ഞ് കൊടുത്തപ്പോഴാണോ? ഇറങ്ങുമ്പോൾ നോക്കി. സമയം നോക്കി. സ്വഭാവമായിട്ട് നമ്മൾ ഫോണെടുത്ത് നോക്കുമ്പോൾ കാണാൻ പറ്റുമല്ലോ. സമയം കാണാൻ പറ്റുമോ പെട്ടെന്ന്? അതായത് ആദ്യം നമ്മുടെ അത് ഓർമ്മിച്ചിരിക്കുമോ നമ്മളിപ്പോൾ ഒരു മൊബൈൽ ഫോൺ? ഉദാഹരണത്തിന് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മൊബൈൽ ഫോൺ നോക്കിയത് എപ്പോഴായിരിക്കും അർജുൻ? ഇന്നിപ്പോ നോക്കിയിട്ടുണ്ടാവില്ലേ? ഇന്ന് നോക്കിയിട്ടുണ്ട്. ഉണ്ടായില്ല? ഉണ്ടായിരുന്നു. എത്രയായിരുന്നു? ഏത് സമയത്താണ് നോക്കിയത് ഏകദേശം? ഓർമ്മിക്കുന്നുണ്ടോ അങ്ങനെ സമയം മൊബൈൽ ഫോൺ നോക്കിയത്? ഇപ്പൊ നോക്കില്ല. ഉദാഹരണത്തിന് നമ്മളൊരു മൊബൈൽ ഫോൺ എടുത്താൽ വളരെ പെട്ടെന്ന് ആ സമയമാണോ നമ്മുടെ മുന്നിൽ വരിക? ഫ്രണ്ട് എടുത്തിടുമ്പോൾ നമ്മൾ കറക്റ്റ് സ്വിച്ച് ഓൺ ആകുമ്പോൾ കറക്റ്റ് കാണാൻ പറ്റും. സ്വിച്ച് ഓഫ് ആയിരുന്നു മൊബൈൽ ഫോൺ എന്ന്? സ്വിച്ച് ഓഫ് ആയിരുന്നു. സ്ക്രീൻ ഓൺ ആയി വരും. അപ്പൊ അത് 3 താങ്കൾ ഉറപ്പിച്ചു ആ സമയത്ത് അല്ലേ? ആ സമയത്ത് നിങ്ങൾ ഈ കുട്ടിയുടെ വീടിന്റെ തൊട്ടപ്പുറത്താണ് അർജുന്റെ വീട്. ലയമാണ്. തടി കൊണ്ട് മറച്ചിരിക്കുന്ന ഒരു പാളിയാണ്. അതിനപ്പുറത്താണ് അർജുൻ താമസിക്കുന്നത്. എന്ന് വെച്ചാൽ ഞാൻ താമസിക്കുന്ന 6 ലൈൻസ് ഉള്ള വീട്. 6 വീടുള്ള ലൈൻസ്. അത് ഇങ്ങോട്ട് നേറി വരുവാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്നത് ആ വഴി കൂടെയാണ്. അപ്പുറത്തെ വശമാണെങ്കിൽ 6 വീടുണ്ട്. ആ 6 വീട് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് പറഞ്ഞു. ശരി അർജുൻ. അപ്പോൾ അർജുൻ കാല് വയ്യാതിരിക്കുകയായിരുന്നു, പുറത്തിറങ്ങിയിട്ടില്ല. കാല് ഒരു ചട്ടിച്ചട്ടി നടക്കാൻ മാത്രമേ അർജുന് പറ്റുമായിരുന്നുള്ളൂ. സുഹൃത്തുക്കൾ വന്നതറിഞ്ഞാണ് വീടിനുള്ളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ മൊബൈൽ ഫോൺ നോക്കി. സമയം 3 മണി കഴിഞ്ഞ് എത്ര മിനിറ്റായി കാണും? മിനിറ്റ് 3:10 കാണും. ഇല്ലല്ല, 3 മണി. കൃത്യം 3 മണിയാണ്. അത് മൊബൈൽ ഫോണിൽ പെട്ടെന്ന് നോക്കിയപ്പോൾ 2021 ജൂൺ മാസം 30-ാം തീയതി നടന്ന സംഭവമാണ്. ഇപ്പോഴും ഓർമ്മിക്കുന്നു 3 മണിയെന്ന്. അതെങ്ങനെയാണ് ഇത്രയും? മറ്റുള്ള ദിവസങ്ങളും ഇങ്ങനെ ഓർമ്മിക്കാറുണ്ടോ? ഇപ്പൊ 2020 21 ജൂൺ മാസം 29-ാം തീയതി ഫോൺ നോക്കി ഏതെങ്കിലും സമയം? ആദ്യമായിട്ടല്ലേ ഇതുപോലെ സംഭവിക്കാറ്. പക്ഷെ അപ്പോൾ സംഭവം നടക്കുന്നത് അറിയില്ലല്ലോ ആ സമയത്ത്, ഫോൺ നോക്കുന്ന സമയത്ത്. പക്ഷെ ഓർമ്മയുണ്ട്. ശരി, അർജുന് വിട്ടുതരുന്നു. അതിനുശേഷം അർജുൻ പുറത്തേക്ക് ഇറങ്ങുന്നു. പുറത്തേക്ക് ഇറങ്ങി തലമുടി വെട്ടുന്നു. അത് അശോകാണ് കബിന്റെ തലമുടി വെട്ടുന്നത്. അപ്പം കൂടെ സുജിൻ ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു. അപ്പോൾ തലമുടി വെട്ടാൻ പറ്റുന്ന പാഷൻ ഫ്രൂട്ട് ഒരു സുഹൃത്തിനോട് കളക്ട് ചെയ്യാൻ പറയുന്നു. സുജിനോട് പറയുന്നു. അതിനുശേഷം എവിടെയാണ് അർജുൻ പോയത്? ഞാൻ പാഷൻ ഫ്രൂട്ട് എന്റെ വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് തിരിച്ചു വരുന്നു. പക്ഷെ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ സമയം വ്യത്യാസം ഉണ്ടെന്ന് മൊഴികളിലുണ്ട്. അല്ലല്ല, മിസ്സിംഗ് ആണ് ആ സമയത്ത്. മൊത്തം സുഹൃത്തുക്കൾ അർജുനെതിരെ കള്ളം പറഞ്ഞു. കള്ളമാണ്. ഉണ്ടായിരുന്നു. എന്റെ വീടിൽ നിന്ന് ഈ മുടി വെട്ടുന്ന സ്ഥലത്ത് എന്റെ വീടിന്റെ സ്റ്റെപ്പിൽ നിന്ന് കറക്റ്റ് കാണാൻ പറ്റും. ഞാൻ എവിടെ പോകുന്നു, ഞാൻ എവിടെ കയറി വരുന്ന ഇറങ്ങി പോകുന്നു കറക്റ്റ് അത് കാണാൻ പറ്റും. സ്പോട്ട് കാണുവാണെങ്കിൽ കറക്റ്റ് നിങ്ങൾക്ക് തന്നെ അറിയാം. അവർക്ക് കാണാൻ പറ്റും. പക്ഷെ പിന്നീട് എന്തിനാണ് അവർ കള്ളം പറഞ്ഞത്? രവി കള്ളം പറഞ്ഞു. കേസിന്റെ ആവശ്യത്തിന് വേണ്ടി. കേസിന്റെ ആവശ്യത്തിന് അർജുനെ കുടുക്കി. എന്നെ പോലെ പോലീസുകാർ ഇവരെ കൊണ്ട് പറയിപ്പിച്ചു. അവരെ മർദ്ദിച്ചാന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അവർക്ക് അങ്ങനെ ഒരു പരാതി ഇല്ല. അവരിപ്പോഴും ആ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നു. അല്ലല്ല, അത് മൊത്തം കള്ളമാണ്. അവർ പിന്നീട് പറഞ്ഞോ കള്ളമാണ് പറഞ്ഞത്? അവരെങ്ങനെ കള്ളമാണെന്ന് പറയുന്നത്? ഞങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളല്ലേ അർജുൻ? അടുത്ത സുഹൃത്തുക്കളാണ് ഇത്രയും ചതി കൊണ്ടുവിട്ടത്. പക്ഷെ അർജുനെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ആ സമയത്ത് വരെ. എല്ലാരും ഇഷ്ടമാണ്. പക്ഷെ പിന്നെ അർജുനെ എന്തിനു ചതിക്കണം? എനിക്കറിയത്തില്ല. പക്ഷെ പോലീസുകാർ ഇന്ന പോലെ സാക്ഷികളെ കൊണ്ടും. പക്ഷെ ഒരു പോലീസ് വന്ന് ചോദിക്കുമ്പോൾ അവർ സ്വാഭാവികമായും അവർക്ക് തന്നെ ചിലപ്പോൾ അത് തിരിഞ്ഞു വരില്ലേ കള്ളസാക്ഷി പറഞ്ഞാൽ? അതായത് അവർ അർജുനെതിരെ അർജുൻ അനുകൂലമായി സാക്ഷി പറഞ്ഞാൽ പിന്നീട് തെളിയിക്കപ്പെട്ടാൽ അവർക്കത് കുഴപ്പമാവില്ലേ? അവർ അറിഞ്ഞുകൊണ്ടൊരു കള്ളസാക്ഷി പറയും അർജുൻ എന്ന സുഹൃത്തിനെതിരെ. ഞാൻ തറപ്പിച്ചു പറയാൻ കള്ളമാണ്. അവർ പറഞ്ഞത് കള്ളമാണ്. പക്ഷെ കള്ളം പറയുന്നൊരു കാരണം ഉണ്ടാവണ്ടേ? അതല്ലേ ഞാൻ പറഞ്ഞു. പോലീസുകാർ സമ്മർദ്ദം ചെലുത്തി. പോലീസുകാർ ഈ എന്റെ കൂടെ ഉണ്ടായിരുന്ന 3 പേരും, കബിന്, സുജിൻ, അശോക്. അവർ നിങ്ങൾ എത്ര നാളായിട്ട് അറിയാം ഈ 3 പേരെയും?
ഞാൻ ചെറുപ്പം തൊട്ട് അവിടെ വളർന്നു വരുന്നത്. അത്രയും കാലത്തെ സുഹൃബന്ധമാണ്. ആ, അവർ കള്ളം പറയുമോ അർജുൻ? എന്തിനാ കള്ളം പറഞ്ഞു? എനിക്ക് അവരോട് ചോദിച്ചില്ലേ? എനിക്ക് ചോദിക്കാൻ പോലും അവസരം കിട്ടിയില്ലല്ലോ. എന്നെ കൊണ്ട് പോലും ഒരു വാക്ക് പോലും സംസാരിപ്പിച്ചില്ല അവിടെ. പട്ടിയെ പോലെയാണ് എന്നെ സ്റ്റേഷൻ ഇട്ട് തല്ലിയതവർ. മാനസികമായിട്ട് ശാരീരികമായിട്ട് എന്നെ ബുദ്ധിമുട്ടിച്ചു. പക്ഷെ ഇത് ആർക്കും അറിയത്തില്ല. അത് പോലീസ് ഫ്രെയിം ചെയ്തതിന് ശേഷമാണ് സുഹൃത്തുക്കളോട് ഈ മൊഴികളൊക്കെ ചോദിക്കുന്നത്. ചോദിച്ചു വരുത്തി അർജുനാണോ പറഞ്ഞത് ഈ 3 പേരും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്ന് അർജുൻ പോലീസിനോട് ആദ്യം പറയുകയാണോ ചെയ്തത്? അല്ലല്ല, എല്ലാവരോടും ചോദിച്ചു. ഇന്ന പോലെ ആരൊക്കെ മുടി വെട്ടാൻ പോയി. എൻ്റെ അച്ഛനുണ്ടായിരുന്നല്ലോ. എൻ്റെ അച്ഛനോട് എന്താ ചോദിക്കാതെ? അർജുന്റെ പിതാവാ. എൻ്റെ അച്ഛൻ ഓപ്പോസിറ്റിൽ നിന്നും വിറക് കീറിക്കൊണ്ടിരിക്കുക, ഞങ്ങൾ മുടി വെട്ടിക്കൊണ്ടിരിക്കുക. അതിന് അച്ഛനോട് ചോദിക്കാതെ?